യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 150 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് ഒമ്പതാമത്തെ ബാധ കൂരിരുട്ട്. അതിനെപ്പറ്റി പറയുന്നത് കൂരിരുട്ടെന്നാ പറയുന്നത്. കൂരിരുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇരുട്ടല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്പർശിക്കത്തക്കവണ്ണമുള്ള ഇരുൾ. നമുക്ക് ഇരുട്ടിനെ ഒന്നും സ്പർശിക്കാൻ പറ്റുകയില്ല, വെളിച്ചത്തെ സ്പർശിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടുത്തെ ഇരുട്ടിന് തൊടാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. വെള്ളത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരാളെ വെള്ളത്തെ തൊടാൻ പറ്റും, വെള്ളത്തെ സ്പർശിക്കാൻ പറ്റും. അതുപോലെ ഒരു കട്ടി പിടിച്ച ദൈവത്തിന് ശിക്ഷയായിരിക്കുന്ന ഒരു കൂരിരുട്ടെ അയച്ചു. ഒരു ദിവസമല്ല അയച്ചത്, 3 ദിവസം. ചിന്തിച്ചോണം. 3 ദിവസം ഒരുത്തൻ ഒരുവിനെ കണ്ടില്ല. അടുത്ത പറയുന്നത് അവന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റില്ല. എന്നാൽ മിസ്രൈമിലെ ദേശത്തെ ഒരു കൂരിരുട്ടും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം സ്വർഗം മറുഭാഗം നരകം എന്നതുപോലെയുള്ള ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ ചിന്തിക്കുന്നത്, ഇവർക്ക് ഒത്തിരി മിസ്രൈമിലർക്ക് ഓരോന്നിനും ഓരോ ദൈവങ്ങളാണ് ഉള്ളത്. ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ ഇതെല്ലാം ഓരോരോ ദൈവങ്ങൾ അവർക്കുണ്ട്. അവരുടെ ദൈവമായിരുന്നു സൂര്യദേവൻ. സൂര്യൻ എന്ന് പറയുന്നതും അവർക്കൊരു ദൈവമായിരുന്നു. എന്നാൽ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ സൂര്യനൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. യുക്തിവാദികളോ നിരീശ്വരവാദികളോ ഒക്കെ പറയാറുണ്ട് തന്നെ ഉണ്ടായെന്ന്. അത് യുക്തിക്ക് ചേരുന്ന കാര്യമല്ലല്ലേ അങ്ങനെ തന്നെ ഉണ്ടാകുന്നത്. തന്നെ ഉണ്ടാകുന്നതിന് നടക്കുന്ന കാര്യമാണോ? എല്ലാം ദൈവത്തിന് സൃഷ്ടിയാണെന്ന് ബൈബിൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ സൂര്യദേവന് ഇട്ടിരിക്കുന്ന പേര് റാ എന്നാണ്. പക്ഷേ നമ്മളിപ്പോ നോക്കിയാൽ സൂര്യദേവന്റെ ശക്തി ക്ഷയിച്ചു. ശക്തി ക്ഷയിക്കുക മാത്രമല്ല, ഞാൻ മേളിൽ പറഞ്ഞതുപോലെ ഒരുത്തന് കാണാൻ പറ്റുന്നില്ല. 3 ദിവസം അവിടെ തന്നെ കിടപ്പിലായി. യാത്ര ചെയ്തവൻ വഴിക്കായി. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. ഇവര് വിശ്വസിക്കുന്ന ദൈവങ്ങൾ ദൈവമല്ലെന്ന് യഹോവയായ ദൈവം മോശ മുഖാന്തരം തെളിയിച്ചു കൊടുത്തു. ഇതൊക്കെ മായയാണ്, ഇതിനൊന്നും ജീവനില്ല, ഇതിനോട് പ്രാർത്ഥിച്ച ഒരു ഗുണവുമില്ലെന്ന് തെളിയിച്ചു കൊടുത്തു. ഫറവോൻ മോശയെ വിളിപ്പിച്ചു. എത്ര മഹാനായിരുന്നാലും അവന്റെ ആരോഗ്യം ക്ഷയിച്ചാൽ, അവന് നിക്കക്കള്ളി ഇല്ലാതെ വന്നാൽ, അവന്റെ സ്വത്തോ അവന്റെ പണമോ അവന്റെ സ്വാധീനതയൊന്നും വിലപ്പോകുകയില്ല എന്ന് എൻ്റെ കേൾവിക്കാരെ ശ്രദ്ധിക്കണം. ഫറവോൻ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഫറവോൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളുടെ ആടുമാടുകൾ നിൽക്കട്ടെ, അവരെ ആരാധിക്കാൻ പൊക്കോളാൻ.
ബാക്കിയുള്ളവരൊക്കെ ആരാധിക്കാൻ പോകാനായിട്ട്. കാരണം ഇവരുടെ സമ്പത്താണ് ആടുമാടുകള്. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ കറൻസി നോട്ടുകൾ, അല്ല സ്വർണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ കാലയളവിൽ ഒരു ധനവാനായിട്ട് കാണുന്നത് ആടുമാടുകളുടെ എണ്ണം അനുസരിച്ചാണ്. അതുകൊണ്ട് ഇവരുടെ സമ്പത്ത് അപഹരിക്കുന്നതിന് വേണ്ടി ഫറവോൻ ഒരു വ്യാജ പ്രവർത്തനം പറഞ്ഞു. നിങ്ങൾ പൊക്കോ, ആടുമാടുകൾ നിൽക്കട്ടെ. ഇതിനകത്തിന് ഒരു ആത്മീയ കാര്യങ്ങളുടെ പറയാനായിട്ടുണ്ട്. ദൈവമക്കളുടെ യാഥാർത്ഥ്യമായ സ്വത്ത്, സമ്പത്ത് ലോകത്തിൽ ആർക്കും പിടിച്ചെടുക്കുവാനും ഇല്ലാതാക്കുവാനും കഴിയുകയില്ല എന്നുള്ള ദൂതും കൂടെ ഞാൻ ഈ രാവിലെ നിങ്ങളെ കേൾപ്പിക്കുന്നു. മോശ പറഞ്ഞു, അങ്ങനെ ഞങ്ങളുടെ ആടുമാടുകളെ ഇവിടെ നിർത്തിയിട്ട് പോകുവാനായിട്ട് താല്പര്യമില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ യാഗം കഴിക്കണം. ഏറ്റവും പ്രധാനമായി അവർ ആരാധനയാണ്. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ ആരാധനയ്ക്കൊരു പവറുണ്ട്, നമ്മുടെ ആരാധനയ്ക്കൊരു ശക്തിയുണ്ട്. പണ്ടത്തെ ആരാധന എന്ന് പറയും, ഇപ്പോഴത്തെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് കറക്റ്റ് സമയത്തിന് നിർത്തിയില്ലെങ്കിൽ ആളുകൾ ഇറങ്ങിപ്പോകുന്നു. ഞാൻ ദൈവഭാഗത്ത് കടന്നു വന്നപ്പോൾ അന്നത്തെ ആരാധന ആരംഭിക്കുന്ന സമയമുണ്ട്, പക്ഷെ അവസാനിക്കുന്ന സമയം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ചിലപ്പം 4 മണി വരെയും ആരാധന നീണ്ടുപോയിട്ടുണ്ട്. വിശപ്പ് എന്ന് പറയുന്നത് ആ സമയം ഉണ്ടാകുകയില്ല. ആത്മീയ ഭോജനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ആരാധനയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു എളിയ ദൈവദാസൻ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒടുവിൽ മോശ പറഞ്ഞു, ഫറവോന്റെ മുഖത്ത് നോക്കിയൊരു കാര്യം പറഞ്ഞു, അതെ, ഇനിയും നിന്റെ മുഖം കാണുകയില്ല. ഈ 9 ബാധകൾ വന്നപ്പോഴും നീ എന്നെ വിളിച്ചല്ലോ, നീ എന്നെ കബളിപ്പിച്ചല്ലോ, നീ എന്നോട് കള്ളം പറഞ്ഞില്ലേ. പക്ഷേ ഒരു കാര്യം, ഇനിയും നിന്റെ മുഖം ഞാൻ കാണുകയില്ല. അതൊരു വലിയ പ്രവചനമായിരുന്നു. പിന്നെ മോശ ഫറവോനും തമ്മിൽ കൂട്ടിമുട്ടിയില്ല. മോശ ഫറവോനെ പിന്നെ കണ്ടില്ല. അതടുത്ത ദിവസത്തെ ക്ലാസ്സിൽ 10ാമത്തെ ബാധയാകുമ്പോൾ അതിനെപ്പറ്റി അല്പം സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു. മോശ ഹൃദയം തുറന്ന് വേദനയോട് പറയുകയാണ്, ഫറവോനെ, നീ 10 പ്രാവശ്യം എന്നെ കളിപ്പിച്ചു, ഇനിയും നിന്റെ മുഖം കാണിയേൽ. കാരണം നിനക്ക് വരാൻ പോകുന്ന ന്യായവിധി ഞാൻ കാണുന്നു. ആ ചെങ്കടലിൽ നിന്റെ സൈന്യം, നീ അടക്കം മുഴുവൻ മുങ്ങിച്ചാകും. ആ പ്രവചനം 10ാമത്തെ ബാധയോടുകൂടി നിറവേറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഒരുങ്ങുക, പോകാൻ തയ്യാറാകുക. ദൈവമക്കൾ പോയില്ലെങ്കിൽ ഭീമമായൊരു നഷ്ടമായിരിക്കും. വാരത്തിന് പ്രാർത്ഥിക്കുക, വാരത്തിന് ആത്മീയ ഉണർവുണ്ടാകട്ടെ. ആയിരങ്ങൾ 10,000 യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളും അംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.